അണ്ണാമലയെ പിന്തിരിപ്പിക്കാൻ ബി.ജെ.പി. ദേശീയ നേതൃത്വം. അണ്ണാമലയെ പാർട്ടി വിട്ടാൽ തമിഴ്നാട്ടിൽ തിരിച്ചടി കനക്കുമെന്ന ആശങ്ക. ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ നൈനാൻ നാഗേന്ദ്രനെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചു. ബി.ജെ.പി. ദേശീയ നേതൃത്വം ഇന്ന് ഇരു നേതാക്കളുമായി ചർച്ച നടത്തും. വിഷ്ണു പ്രസാദ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. വിഷ്ണു, ഗുഡ് മോർണിംഗ്. നേരത്തെ തന്നെ ഇങ്ങനെ ഒരു പിന്തിരിപ്പിക്കാനുള്ള ശ്രമം ഉണ്ടായിരുന്നു എങ്കിൽ ഇത് ഇത്രയും വിവാദപരമായി കാര്യങ്ങൾ മുന്നോട്ട് പോകില്ലായിരുന്നു എന്ന് തോന്നുന്നു. ഇതിപ്പോ അവസാന ഘട്ടത്തിലാണോ? പാർട്ടി ഒരു പ്രഖ്യാപനമൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ പാർട്ടി രൂപീകരിക്കുന്ന തീരുമാനം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് പാർട്ടി വിടുകയാണ് എന്ന് ഡൽഹിയിലേക്ക് ഈ കാര്യങ്ങൾ അറിയിക്കാൻ പോകുന്നത് വരെ ഇത്തരത്തിലൊരു സംഭവം അധികൃതർക്ക്, ഇതിന്റെ അധ്യക്ഷന്മാർക്ക് അറിയാൻ കഴിഞ്ഞില്ലേ? മോത്തി, ഗുഡ് മോർണിംഗ്. എന്തായാലും ഈ അണ്ണാമലൈ പാർട്ടി വിടുമെന്ന സൂചന ബി.ജെ.പിക്ക് നേരത്തെ ഉണ്ടായിരുന്നില്ല. കാരണം അണ്ണാമലയ്ക്ക് നേരത്തെ തന്നെ സംസ്ഥാന നേതൃത്വവും അതോടൊപ്പം തന്നെ ദേശീയ നേതൃത്വവുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. എന്നിരുന്നാലും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ടതില്ല എന്ന, അല്ലെങ്കിൽ അദ്ദേഹം ആവശ്യപ്പെട്ട സീറ്റ് നൽകേണ്ടതില്ല എന്ന ബി.ജെ.പി. ദേശീയ നേതൃത്വത്തിന്റെ തീരുമാനം വന്നതിന് ശേഷവും ഒരു സാധാരണ പ്രവർത്തകൻ എന്ന നിലയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളുമായി പ്രവർത്തിക്കുകയായിരുന്നു അണ്ണാമലൈ. പാർട്ടിയോട് കൂറുള്ള പ്രവർത്തകനായി അണ്ണാമലൈ തുടരുമെന്നാണ് ബി.ജെ.പി. പ്രതീക്ഷിച്ചത്. പക്ഷേ അണ്ണാമലയുടെ നീക്കം മറ്റൊരു തരത്തിലായിരുന്നു. അതായത് ഇന്നലെ അദ്ദേഹം ഡൽഹിയിലെത്തി ദേശീയ നേതാക്കളെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ്. അതായത് പാർട്ടിയിൽ തുടരണമെങ്കിൽ തനിക്ക് കുറച്ചധികം കാലം പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷ പദവി നൽകണം, തനിക്ക് ചില സമൂലമായ മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ട്, അതിന് സമയം ആവശ്യമാണ്, അല്ലെങ്കിൽ തന്നെ പോകാൻ അനുവദിക്കണമെന്നാണ് അണ്ണാമലൈ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. മാത്രവുമല്ല, ഈ തമിഴ്നാട്ടിൽ ഒരു ദേശീയ പാർട്ടിക്കുള്ള സാധ്യത വളരെ കുറവാണെന്ന ഒരു സംസ്ഥാനത്തെ സാഹചര്യവും അണ്ണാമലൈ എന്തായാലും ഡൽഹിയിലെത്തി ദേശീയ നേതൃത്വത്തെ അറിയിക്കുകയും ചെയ്തു. ഇതിലിപ്പോൾ ഉള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് അണ്ണാമലൈ ഇത്തരത്തിലൊരു സമ്മർദ്ദം, അതായത് പാർട്ടി അധ്യക്ഷ സ്ഥാനത്തിന് വേണ്ടി ഒരു സമ്മർദ്ദം ചെലുത്തുകയാണെങ്കിൽ അതിന് വഴങ്ങേണ്ടതില്ല എന്നാണ് ബി.ജെ.പിയുടെ നിലപാട്. പക്ഷേ അണ്ണാമലയെ വിട്ടുകൊടുക്കാൻ, അല്ലെങ്കിൽ പാർട്ടി വിട്ടുപോകാൻ അനുവദിക്കാതിരിക്കുന്നതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് അത് RSSന്റെ ഭാഗത്തു നിന്നുള്ള സമ്മർദ്ദമാണ്. കാരണം അണ്ണാമലയുടെ പ്രവർത്തനങ്ങളിൽ ആകൃഷ്ടരായ നിരവധി തമിഴ്നാട്ടിലെ യുവാക്കൾ ബി.ജെ.പിക്കൊപ്പമുണ്ട്. അവർ അണ്ണാമലയെ പാർട്ടി വിട്ടാൽ അത് വലിയ രീതിയിൽ തിരിച്ചടിയാകുമെന്ന ആശങ്കയാണ്, അല്ലെങ്കിൽ അത്തരം കണക്കുകൂട്ടലാണ് RSSനുള്ളത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ സംസ്ഥാനത്തിനുള്ളിൽ വെച്ച് തന്നെ ഇതിനൊരു നീക്കുപോക്ക് ഉണ്ടാക്കാൻ സാധിക്കുമോ എന്ന് പരിശോധിക്കാനാണ് നൈനാൻ രാജേന്ദ്രൻ എന്ന് പറയുന്ന ബി.ജെ.പിയുടെ തമിഴ്നാട് സംസ്ഥാന അധ്യക്ഷനെ ഇപ്പോൾ രാജ്യതലസ്ഥാനത്തേക്ക് വിളിപ്പിച്ചിട്ടുള്ളത്. അദ്ദേഹം ഡൽഹിയിലെത്തിയിട്ടുണ്ട്. ഇന്ന് ഇരു നേതാക്കളുമായി ബി.ജെ.പി. ദേശീയ നേതൃത്വം ചർച്ച നടത്തുകയും ചെയ്യും. ഇതിൽ വളരെ കൗതുകകരമായ ഒരു കാര്യം, പാർട്ടി വിടുന്നു എന്ന് അണ്ണാമലൈ പറയുമ്പോഴും ബി.ജെ.പിയുടെ ദേശീയ നേതാക്കളോട് അനുവാദം വാങ്ങി പാർട്ടി വിടാൻ പോകുന്നു എന്നത് സ്വാഭാവികമായും ബി.ജെ.പിയെ സഹായിക്കാനുള്ള ഒരു നീക്കമാണ് എന്നാണ് ആക്ഷേപം ഉയരുന്നത്. ഇത് തമിഴ്നാട്ടിലെ DMK ഉൾപ്പെടെയുള്ള പാർട്ടികൾ ഈ ആക്ഷേപം ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ അണ്ണാമലൈ ബി.ജെ.പിക്ക് വലിയ കോട്ടം തട്ടാതെ ബി.ജെ.പിയെ സംരക്ഷിച്ചുകൊണ്ട് തന്നെ പാർട്ടിക്ക് പുറത്തേക്ക് പോകാനുള്ള നീക്കങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ല എങ്കിൽ ഒരുപക്ഷെ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് ബി.ജെ.പിയുടെ സംസ്ഥാന നേതൃസ്ഥാനത്തേക്ക് തിരിച്ചെത്താൻ സാധിക്കുമോ എന്ന നീക്കങ്ങളും അണ്ണാമലയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. RSSന്റെ തീരുമാനത്തിനൊപ്പം ബി.ജെ.പി. നിൽക്കുമോ എന്നതാണ് ഇനി കണ്ടറിയേണ്ടത്. കാരണം ബി.ജെ.പിയും കണക്ക് കൂട്ടുന്നതിൽ ഈ പറയുന്നത് പോലെ യുവാക്കളുടെ വോട്ടുകൾ നഷ്ടപ്പെടുമോ എന്ന ആശങ്കയുണ്ട്. എന്നിരുന്നാൽ തന്നെയും ഈ നൈനാൻ രാജേന്ദ്രനെ പോലെ ഉള്ള മുതിർന്ന നേതാക്കളെ പിണക്കിക്കൊണ്ട് അണ്ണാമലയ്ക്ക് വേണ്ടി നിലപാട് ദേശീയ നേതൃത്വത്തിനും സ്വീകരിക്കാൻ സാധിക്കുമോ എന്ന ചോദ്യവും അവിടെ പ്രസക്തമായി തുടരുകയാണ്. നിലവിലെ സാഹചര്യത്തിൽ അണ്ണാമലൈ എന്തായാലും ഇപ്പോൾ ഡൽഹിയിൽ തുടരുകയാണ്. ഇരു നേതാക്കളുമായി ദേശീയ നേതൃത്വം ചർച്ച നടത്തിയതിനു ശേഷം ഇന്ന് തന്നെ ഒരു തീരുമാനം ഉണ്ടായേക്കുമെന്ന് തന്നെ വേണം പ്രതീക്ഷിക്കാൻ.